CPMൻ്റെ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പാലക്കാടിൻ്റെ 13 വർഷക്കാലം MLA ആയിരുന്ന ഇപ്പോഴത്തെ വടകര MPക്കെതിരെ വളരെ മോശമായ പദപ്രയോഗമാണ് നടത്തിയത്. അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ പറയാതെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇന്ന് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതിനെതിരെ ഞങ്ങൾ രേഖാമൂലം SPയെ നേരിൽ കണ്ട് പരാതി ബോധ്യപ്പെടുത്തിയിരിക്കണം. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം. സുരേഷ് ബാബു എന്ന് പറഞ്ഞത് ഈ വിഷയത്തിൽ പരാതി നൽകുക അങ്ങനെയൊക്കെയാണെങ്കിൽ അത് കളിക്കുന്ന ഭയങ്കര പ്രശ്നമാണ്, താൻ അതിന് തെളിവ് ഹാജരാക്കുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോലിട്ട് കുത്തിയാൽ പ്രത്യാഘാതം ഉണ്ടാവും എന്നാണ് അദ്ദേഹം, അങ്ങനെ ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞങ്ങൾ ഇന്നലെ തന്നെ കടപ്പാറിട്ട് കുത്തി പാലക്കാട് നഗരം ഉപരോധിച്ചുകൊണ്ട് 1 മണിക്കൂറോളം നഗരം സ്തംഭിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെളിവ് ഇന്ന് കണ്ടില്ല. ഇനി അദ്ദേഹം പറയുന്ന ഏത് മാരകായുധം വേണമെങ്കിൽ ഞങ്ങളിട്ട് കുത്താം, തെളിവ് തരികയാണെങ്കിൽ. ഞങ്ങളുടെ ആവശ്യം അതാണ്. ഷാഫി പറമ്പിൽ MPക്കെതിരെ അദ്ദേഹത്തിൻ്റെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു വിടണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ SPയെ നേരിൽ കണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കണം. രാവിലെ നൽകിയ പരാതി ഇത്തരത്തിലൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്ന നിലയ്ക്കായിരുന്നു. ഇതിപ്പോൾ കോൺഗ്രസ് എന്ന നിലയ്ക്കാണ്, ബ്ലോക്ക് കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക്. കാരണം ഈ മണ്ഡലത്തിലെ 13 വർഷക്കാലം MLA ആയിരുന്നൊരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം ജനഹൃദയങ്ങളിലുള്ള, കാരണം അറിയാലോ, പാലക്കാട് നിന്ന് പോയി വടകരയിൽ നിന്നും അദ്ദേഹം 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ലീഡിലാണ് വിജയിച്ചത്. ഈ വിവാദ പ്രസ്താവനയ്ക്ക് അതും ഒരു കാരണമാണ്. അതെ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ പാഡിലാണ് ഞങ്ങൾ പരാതി നൽകിയത്. ഈ സുരേഷ് ബാബു പറയുന്നത് ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോലിട്ട് കുത്തിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ അതിലൊരു ആശങ്കയുണ്ടോ പ്രവർത്തകർ? ഒരു ആശങ്ക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞങ്ങൾ ഇന്നലത്തെ സമരം ഈ സുരേഷ് ബാബുവിൻ്റെ വിവാദ പ്രസ്താവന വന്ന ഉടനെ ഞങ്ങൾ കടപ്പാറിട്ട് കുത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം പറയുന്ന ഏത് മാരകായുധമാണെങ്കിൽ ഞങ്ങളിട്ട് കുത്താൻ തയ്യാറാണ്. അദ്ദേഹം തെളിവ് സഹിതം ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് നേരിടാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് മുമ്പും അത് മനസ്സിലാക്കണം. ഞങ്ങളുടെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. ഞങ്ങൾക്കൊക്കെ പ്രത്യേകത ഉണ്ടാവുമല്ലോ ഷാഫിക്കുണ്ടായാൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഇതിനു മുമ്പ് അദ്ദേഹം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പെട്ടി വിവാദം കൊണ്ടുവന്ന അദ്ദേഹമാണ്. അതിനൊരു തെളിവ് ഈ സമയം വരെ കണ്ടില്ല. മാസം 9 കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നിലയ്ക്ക് എനിക്കെതിരെ അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് BJP സ്ഥാനാർത്ഥിയിൽ നിന്നും വൻ തുക കൈപ്പറ്റി സാമ്പത്തിക ആരോപണം ഉന്നയിച്ചു. അതും അത് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. വാക്ക് പാലിക്കണം, തെളിവ് സഹിതം പുറത്തുവിടാമെന്ന് പറഞ്ഞല്ലേ, ആ വാക്ക് നിങ്ങൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ന് ഇതേപോലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനൊന്നും മറുപടി കാണുന്നില്ല. വെറുതെ ഒരു അനാവശ്യ വിവാദം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അറിവോട് കൂടിയാണോ എന്നുള്ളതും കൂടി ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. കാരണം ഇത് സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ലാ കമ്മിറ്റിക്കും ഇതുപോലെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. AK ബാലൻ തള്ളി പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ NN കൃഷ്ണദാസിനോട് ഇന്നത്തെ ഒരു ബൈറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പരിപ്പിൻ്റെ വില വയ്ക്കുമ്പോൾ പയറിൻ്റെ വില പറയണത്. അപ്പോൾ എന്താ കാരണം എന്ന് അറിയില്ല, അത് അവരോട് ചോദിക്കണം.